എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആസ് PM ടു എക്സ്പ്ലെയിൻ ടൈസ് വിത്ത് അദാനി. അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്. ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിൻ്റെ ഷെയർ വാല്യൂസ് താഴെ പോയിരുന്നു. അപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അദാനിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ മിസ്അപ്രോപ്രിയേഷൻസ് ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഈ പറഞ്ഞ സ്റ്റോക്ക് വാല്യൂസ് താഴെ പോയിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രതിഷേധിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഓർഗനൈസേഷൻ സെബിയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. 1988 സ്ഥാപിതമായിരിക്കുന്നത്. 1988 സെബി. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ്സിൻ്റെ റെഗുലേറ്റർ എന്ന് പറയുന്നത് സെബിയാണ്. ക്വേക്ക് ഡെത്ത് പാസ് 6000 ടർക്കി സിറിയ സീക്ക് സർവൈവേഴ്സ്. അപ്പോൾ എർത്ത് ക്വേക്ക് ഹിറ്റായിട്ടുള്ള ടർക്കി സിറിയക്ക് ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ റിച്ചർ സ്കെയിൽ 7.8 ആണ് പറഞ്ഞിരിക്കുന്നത്. 7.8 ആണ് എർത്ത് ക്വേക്കിൻ്റെ റിച്ചർ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റൻസിറ്റി പറഞ്ഞിരിക്കുന്നത് അത്രയുമാണ്. ഇതിൽ പിന്നെയുള്ളത് ദ സാഗ ഓഫ് എ സ്പൈ ബലൂൺ ഇൻ US എയർ സ്പേസ്. അപ്പോൾ US എയർ സ്പേസിൽ ഉണ്ടായ സ്പൈ ബലൂണിനെ കുറിച്ചാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ സ്പൈ ബലൂൺസ് ആൻഡ് വാട്ട് ആർ ദ കേപ്പബിൾ ഓഫ്? വെൻ ഡിഡ് ദ ചൈനീസ് ബലൂൺ എൻ്റർ US സ്പേസ്? ഹൗ ഡിഡ് ബോത്ത് ഗവൺമെൻറ് റിയാക്ട്സ്? ചൈന ഹാസ് ബീൻ അക്യൂസിങ് ഓഫ് സിമിലർ ഇൻസിഡൻസ് ബിഫോർ. അപ്പോൾ പൊതുവേ സർവൈലൻസിന് ഉപയോഗിക്കുന്ന, നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന എയർ ബലൂൺസ് എന്ന് പറയുന്നത്. മുമ്പും തായ്വാനൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചൈന ഇങ്ങനെയുള്ള സർവൈലൻസ് വെപ്പൺസ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. അതിന് അറ്റാക്ക് കേപ്പബിളാണ്. മിലിറ്ററി ഇൻ്റലിജൻസ് എക്വയർ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാവും അതിൽ. അപ്പോൾ ഇതാണ് സ്പൈ ബലൂൺസ് എന്ന് പറയുന്നത്. അതായത് മറ്റ് ചാരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂണാണ് ഈ സ്പൈ ബലൂൺ എന്ന് പറയുന്നത്. പക്ഷേ ചൈന ക്ലാരിഫൈ ചെയ്യുന്നത് അത് ഒരു മെറ്ററോളജിക്കലായിട്ടുള്ള, അതായത് അന്തരീക്ഷത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ വെതർ പാരാമീറ്റേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട് വിക്ഷേപിച്ച ഒരു ബലൂണാണ്. അത് ഡ്രിഫ്റ്റ് ചെയ്ത് പോയതാണെന്ന് പറയുന്നത്. പക്ഷേ ഇതെന്തായാലും ഈ രണ്ട് രാജ്യങ്ങളുടെ ഇപ്പോഴേ വേഴ്സൺ ചെയ്ത ഒരു സിറ്റുവേഷൻ, ബൈലാറ്ററൽ ടൈ ഇപ്പോൾ വീണ്ടും അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. Last week, the US shot down a Chinese spy balloon days after the surveillance device was first spotted over American airspace. Spy balloons are high-altitude surveillance tools that are usually operating at 80,000 to 120,000 feet. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 80,000 to 120,000 feet ആണ് അതിൻ്റെ ക്രൂസിംഗ് എന്ന് പറയുന്നത്. വെൽ എബോവ് ദ ക്രൂസിംഗ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ടു ഗ്യാദർ ഇൻ്റലിജൻസ് ആൻഡ് ക്യാരി ഔട്ട് അതർ മിലിറ്ററി മിഷൻസ്. ഇത് എയർക്രാഫ്റ്റിൻ്റെ റൂട്ടിനേക്കാളും മുകളിലാണെന്ന് പറയുന്നു. അതായത് 80,000 to 120,000 ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവരുടെ വെസ്റ്റ് ടു ഈസ്റ്റും തമ്മിലുള്ള റൈവൽറി, പ്രത്യേകിച്ച് US ചൈന റൈവൽറി നമുക്കറിയാം. അപ്പോൾ അതിനെ കൂടുതൽ ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ സ്പൈ ബലൂൺ കാരണം, ഈ ചാര ബലൂൺ കാരണം ഉണ്ടായിരിക്കുന്നത്. ഒരു പുതിയ ക്യാൻസർ തെറാപ്പിയുടെ ടെക്നോളജി പറഞ്ഞിട്ടുണ്ട്. CAR T-cell തെറാപ്പി, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് എ ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റൻ്റായിട്ട് മോണിറ്റർ ചെയ്യും, അതുപോലെ തന്നെ പ്രിവെൻഷൻ മെത്തേഡ്സും ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞ ഡിസീസ്. വളരെ ഡെഡ്ലി ആയിട്ട് ഡിസീസാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജി എപ്പോഴും ഇവോൾവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലൊരു മെത്തഡാണ് CAR T-cells എന്ന് പറയുന്നത്. കിമറിക് ആൻറ്റിജൻ റിസപ്റ്റർ CAR T-cell therapies represent a quantum leap in the sophistication of cancer treatment. Unlike chemotherapy or immunotherapy, which require mass production of injectable or oral medicine, CAR T-cell therapies use a patient's own cells. They are modified in the laboratory to activate T-cells, a component of immune cells to attack tumors. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു പുറത്തുനിന്നുള്ള ഇഞ്ചെക്റ്റ് ചെയ്യുന്ന കീമോതെറാപ്പിയോ അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പിയോ പോലെയല്ല. പേഷ്യൻറ്റിൻ്റെ സെൽസ് തന്നെ റീമോഡിഫൈ ചെയ്തിട്ട് അവർ T-സെൽസിനെ, അതായത് ഈ പറഞ്ഞ റെസ്പോൺസ് വർദ്ധിപ്പിക്കുന്ന T-സെൽസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിൻ്റെ സെൽസിനെ മോഡിഫൈ ചെയ്ത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ CAR T-cells. ഇതിൻ്റെ പൂർണ്ണരൂപം ഒന്നുകൂടെ നോക്കാം. കിമറിക് ആൻറ്റിജൻ റിസപ്റ്റർ CAR T-cell തെറാപ്പിയാണ്. ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തഡോളജിയാണ് ക്യാൻസർ തെറാപ്പിയിൽ എന്ന് പറയും. വീണ്ടും കാണാം ഓപ്പോസിഷൻ ടാർഗറ്റ്സ് ഗവൺമെൻറ് ഓവർ ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഈ പറഞ്ഞ അദാനിയുടെ സ്റ്റോക്ക് വാല്യൂസ് ക്രാഷ് ചെയ്ത പ്രധാന കാരണം ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ അദാനി ഗ്രൂപ്പ്സിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട മിസ്അപ്രോപ്രിയേഷനും അക്കൗണ്ടിങ്ങും ഒക്കെയായി ബന്ധപ്പെട്ട ഈ പറയുന്ന ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നിരിക്കുന്ന ഈ കോൺട്രവേഴ്സിയാണ്. ഇത് കാരണമാണ് ഓപ്പോസിഷൻ ഇപ്പോൾ
റൂളിംഗ് പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. വളരെയധികം എക്കോണമിക് ആയിട്ടുള്ള റാമിഫിക്കേഷനുള്ള അല്ലെങ്കിൽ വളരെയധികം എക്കോണമിക് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇപ്പം പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആയിട്ടുള്ള SBI ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ബിഗ്ഗസ്റ്റ് ഇൻഷുറൻസ് ആയിട്ടുള്ള LIC ചെയ്തിട്ടുണ്ട്. അതുപോലെ അതൊക്കെ PSUs ആണെന്ന് ഓർക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. SBIക്ക് 27,000 കോടിയോളം അദാനി ഗ്രൂപ്പിൽ ലോൺ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ നൈബർഹുഡിലെ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നേപ്പാൾ, ശ്രീലങ്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇവർക്ക് അദാനി ഗ്രൂപ്പിന് പ്രൊജക്ട്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അത് സ്റ്റോൾ ചെയ്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അത് ബൈലാറ്ററൽ ടൈസിനെ ബാധിക്കും എന്നത് യാതൊരു കാര്യത്തിലും സംശയമില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ അദാനിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സീസ് വളരെയധികം എക്കോണമിക് റാമിഫിക്കേഷൻസ്, സോഷ്യൽ റാമിഫിക്കേഷനൊക്കെ ഉള്ള അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഉള്ള ഒന്നാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. US റിക്കവർ സ്പൈ ബലൂൺ ഡെബ്രിസ് ചൈന പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഈ വെടിവെച്ചിട്ട സ്പൈ ബലൂണിൻ്റെ അവശിഷ്ടം ഡെബ്രിസ് കണ്ടുകിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെയധികം സ്പീഡിലാണ് നമ്മൾ വളരെയധികം ക്വിക്കായിട്ടാണ് ഇങ്ങനെ ഹിന്ദുവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ബൈ, ടേക്ക് കെയർ, സീ യു ടുമോറോ.